ഹലോ ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിന്റെ ഫൈൻഡിങ് ദ റൂട്ട്സ് എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിൻ്റെ 160/23 എന്ന കാറ്റഗറി നമ്പർ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അതിൻ്റെ റൂട്ട് തേടി പോയാലോ? ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. നമുക്ക് 4 ഓപ്ഷൻസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെയ്റ്റ്, ടൈം, ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി. അല്ലേ, ഇതിൻ്റെ മലയാളവും നമുക്ക് ഉണ്ട്. എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? നമ്മൾ ശ്രദ്ധിക്കുക, ഏതാണ് അടിസ്ഥാന അളവ് എന്നല്ല, അല്ലാത്തത് ഏത് ആണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇപ്പം തന്നെ എല്ലാവർക്കും ഒരുവിധം ഉത്തരം അറിയായിരിക്കും അല്ലേ? എങ്കിലും ഇത് ചോദ്യകർത്താവ് എവിടെ നിന്നായിരിക്കും ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് വന്നത്? ചുമ്മാ മനസ്സിൽ തോന്നിയെടുത്തേക്കാണോ? അല്ല, ഇതിനൊരു സോഴ്സ് ഉണ്ടല്ലേ. അതെവിടെയാണ്? നമ്മുടെ ക്ലാസ് 11 +1 NCERT ഫിസിക്സിലെ ചാപ്റ്റർ 1 നിന്നുമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് വന്നിട്ടുള്ളത് അല്ലേടാ? നോക്കിക്കേ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിലെ ഭാഗത്തിൽ നിന്നുമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി ഒന്ന് ഉത്തരം പറയാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റുന്നത്. മെഷേർഡ് എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം എന്താണ്? അളക്കാൻ സാധിക്കുന്നത് അല്ലേ? ഏതൊരു ക്വാണ്ടിറ്റീനെയാണോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്, അത്തരം ക്വാണ്ടിറ്റീസിനെ പറയുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് എന്തടാ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? 2 ആയിട്ട് തിരിക്കാം. അതിൽ വരുന്നതാണ് എന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും. ഓക്കെ ആണോ? അതിൽ വരുന്ന 2 സബ് കാര്യങ്ങളാണ് എന്തൊക്കെ? 1 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, 2 ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസ് ക്വാണ്ടിറ്റീസ് എന്നും പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇവരാണ് അടിസ്ഥാന കാര്യങ്ങൾ. ഇവരെ വെച്ചിട്ട് മാത്രമാണ് എന്ത് നമുക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റീസ് കിട്ടുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 ഉണ്ട്. അതാണ് നമ്മുടെ ചോദ്യവും വന്നിരിക്കുന്നത്. ഈ പറയുന്ന 7 കാര്യങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു ക്വാണ്ടിറ്റിയിലേക്ക് ഡിറൈവ് ചെയ്തെത്തുന്നു. അവരുടെ സഹായത്തോടു കൂടി നമ്മൾ അടുത്ത ബിൽഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോക്കൂ, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. അങ്ങനെ 7 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ സഹായത്തോടു കൂടി എടുക്കുന്ന മറ്റൊരു ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് പറയും? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയും. ഉദാഹരണത്തിന് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി 7 ഉണ്ട്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അപ്പോൾ എന്താ വരിക? നമുക്കിപ്പോൾ വെലോസിറ്റി എടുക്കുന്നു എന്ന് വിചാരിക്കുക. എക്സാമ്പിളായിട്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. നമ്മൾ ഈ വെലോസിറ്റി എടുത്താൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലേ വെലോസിറ്റി. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? അറിയാം, 2 പോയിന്റ് ഉണ്ടല്ലേ. ഈ എയിൽ നിന്നും ബി വരെയുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇങ്ങനെയൊക്കെ വരാം, ഇങ്ങനെ വരാം, പല രീതിയിലും വരാം. ഏത് രീതിയിൽ വന്നാലും എ ടു ബി വരെയുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ എടുക്കാം? നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം എടുക്കാം അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ രൂപത്തിൽ മാത്രമേ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്താണ്? ലെങ്ത് ബൈ ടൈം എന്നുള്ള രീതിയിൽ വരും. നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്താൽ മീറ്റർ ബൈ സെക്കൻഡ് അല്ലേ? അപ്പോൾ m⁻m
s⁻⁻1 എന്നൊക്കെ വരും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും നമുക്കിവിടെ വേണ്ട. പക്ഷെ എന്താണ് നമ്മുടെ ചോദ്യത്തിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചോ. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, തെർമോഡൈനാമിക്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഓക്കെ ആണോ? ഇനി ഏതാണ് അവിടെ പറയാത്ത ആരാ ഇവിടെ ഉള്ളത്? ടൈം പറഞ്ഞു, ടെമ്പറേച്ചർ പറഞ്ഞു, ലൂമിനസ് ഇന്റൻസിറ്റി പറഞ്ഞു. അപ്പോൾ ഇല്ലാത്ത ആൾ ആരാണ്? വെയിറ്റ് ഇല്ല അല്ലേ? വെയിറ്റ് നമുക്ക് എന്താണ്, ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വെയിറ്റ് മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം? വെയിറ്റ് ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെയിറ്റും മാസും തമ്മിൽ എന്താ വ്യത്യാസം എന്ന്? അങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് വെയിറ്റിനെ എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? W = mg എന്ന് എഴുതും അല്ലേ? മാസ് ഇൻറ്റു ഗ്രാവിറ്റി അല്ലേ? മാസ് ആവുമ്പോൾ എന്താണ്? എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ആൻ ഒബ്ജക്റ്റ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? മാസ് എന്ന് പറയാം. വെയിറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എങ്ങനെ പറയാം? ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലേ, ആ ഒബ്ജക്റ്റില് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ആരാ എക്സേർട്ട് ചെയ്യുന്നത്? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ആരാണ്? ബൈ ഗ്രാവിറ്റി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യാസം മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, വെയിറ്റ്. നമുക്ക് ഈ രീതിയിൽ വരുന്ന, ഈ പോർഷനിൽ നിന്ന് വരുന്ന ഒരു 3 ചോദ്യവും കൂടി ഒന്ന് ചെക്ക് ചെയ്താലോ? അപ്പോൾ നമ്മളതിൽ SI യൂണിറ്റിനെ കുറിച്ച് ചോദിച്ചാലും നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ് അല്ലേ? SI യൂണിറ്റ്സിനെ കുറിച്ചും അവിടെ ഉണ്ടായിരുന്നു. ആരുടെയാ ചോദിച്ചിരിക്കുന്നത് ഇവിടെ? ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം, ആംപിയർ. ഇനി വിച്ച് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഈസ് യൂസ്ഡ് ടു മെഷർ ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ആൻ ഒബ്ജെക്ട്? ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഏതാണ്? ലെങ്ത് അല്ല, ടൈം അല്ല, ടെമ്പറേച്ചർ അല്ല. എന്താണ്? മാസ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ വെലോസിറ്റി? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇയാളെ അല്ലേ? ആണ് അല്ലേ? എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെച്ച് പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിനെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ ആരായിട്ട് എടുക്കണം? ലെങ്ത് ആയിട്ട് എടുക്കണം. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഓപ്ഷൻ ബി പറയണം. ലെങ്ത് ആൻഡ് ടൈം ഇവരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെലോസിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള വെലോസിറ്റി എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി മറ്റൊരു ചോദ്യം നമുക്ക് നോക്കിയാലോ? ഇനി നമ്മൾ ഫിസിക്സ് എന്നൊരു ചോദ്യം നോക്കി, നമുക്കൊരു കെമിസ്ട്രിയിൽ നിന്നൊരു ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 40. എന്താണ് നമ്മുടെ 40ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓഫ് കാർബൺ? 4 ഓപ്ഷൻസും ഇവർ തന്നിട്ടുണ്ട്. കാർബൺ 12, കാർബൺ 14, കാർബൺ 11, കാർബൺ 13. ഇതും എവിടെ നിന്നാണ്? +2ന്റെ ഒരു കെമിസ്ട്രി NCERT ടെക്സ്റ്റ് എടുത്തിട്ട് വന്നിട്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഏത് പോർഷനിൽ നിന്നാണ്? പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. നോക്കൂ കാർബണിന്റെ ഇത് കാർബൺ ഫാമിലി എന്ന് പറയുന്ന ഒരു പോർഷൻ ഇവർക്ക് പഠിക്കാനുണ്ട് പി ബ്ലോക്കിൽ. അപ്പോൾ എന്താണ്? ഗ്രൂപ്പ് 14ൽ വരുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചോദ്യത്തിലുള്ള പോർഷൻ ദാ ഇവിടെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. വായിച്ചു നോക്കിയാലോ? നാച്ചുറലി ഒക്കറിങ് കാർബൺ കണ്ടെയ്ൻസ് 2 സ്റ്റേബിൾ ഐസോടോപ്പ്. എന്താണ്? നാച്ചുറലി ഒക്കർ ചെയ്യുന്ന കാർബണിന് എത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പ് ഉണ്ട്? 2 സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? കാർബൺ 12ഉം കാർബൺ 13ഉം. ഇത് കൂടാതെ അതാണ് എന്ത്? ഇൻ അഡീഷൻ ടു ദീസ് തേർഡ് ഐസോടോപ്പ്, 3ാമതായിട്ടുള്ള ഐസോടോപ്പ് ആയിട്ടുള്ള കാർബൺ 14ഉം ഉണ്ട്. ഓക്കെ അല്ലേ? അതെങ്ങനെയുള്ള ഒരാളാണ്?
റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ആണ് അല്ലേ? വിത്ത് ഹാഫ് ലൈഫ് എത്ര പറഞ്ഞിട്ടുണ്ട്? 5770 years ആൻഡ് യൂസ്ഡ് ഫോർ റേഡിയോ കാർബൺ ഡേറ്റിംഗ്. എന്താണ് നമുക്കറിയാം അല്ലേ? കാർബൺ ഡേറ്റിംഗ് ഇപ്പോൾ ഒരു ലിവിങ് ആയിട്ടുണ്ടായിരുന്ന ഇപ്പോൾ അല്ലാത്ത ഒരു ഓർഗാനിസത്തിൻ്റെ പ്രായം അല്ലെങ്കിൽ ഫോസിലുകളുടെയൊക്കെ പ്രായം അല്ലെങ്കിൽ വർഷം പരിശോധിക്കാൻ നമ്മൾ ഏത് കാർബൺ ഉപയോഗിക്കുന്നതെന്നും ഒരു ചോദ്യമൊക്കെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഉത്തരം? ഈ പറയുന്ന കാർബൺ 14 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോർഷൻ. ഓക്കെ അല്ലേ? നമ്മുടെ ഉത്തരവും അപ്പം എന്തായിരിക്കണം ചോദ്യത്തിൻ്റെ? കാർബൺ 14, C14 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എന്താണ്? ബി. എന്താണ് ഐസോടോപ്പുകൾ? എല്ലാവർക്കും അറിയാം അല്ലേ? കാർബൺ എന്ന് പറയുന്നത് ഒരു ആറ്റം ആണ്. പി ബ്ലോക്കിലുള്ള ഒരു എന്താണ് കാർബൺ ഫാമിലിയിൽ വരുന്ന ഒരു എലമെന്റ് ആണ് അല്ലേ? അയക്ക് എത്രയാണ് അറ്റോമിക് നമ്പർ? 6 ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് ഐസോടോപ്പ് എന്ന് വെച്ചാൽ സെയിം എലമെന്റ് ആയിരിക്കും. കാർബൺ ആണ് അല്ലേ? സെയിം അറ്റോമിക് നമ്പർ ഉള്ള ഒരു എലമെന്റ്. അവർ എങ്ങനെയാ വരുന്നത്? ന്യൂട്രോൺസ് സെയിം ആയിരിക്കും. പക്ഷെ പ്രോട്ടോൺസ് മാറിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ ആഡ് ചെയ്ത് കിട്ടുന്ന മാസ് നമ്പറിൽ വ്യത്യാസം വരുത്തുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോപ്സ് എന്ന് പറയുന്നത് അല്ലേ? ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? മാസ് നമ്പർ കിട്ടുന്നു. അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇത് സെയിം ആയിരിക്കും. ഇയാൾ എന്ത് ചെയ്യും? നൈസായിട്ടങ്ങ് മാറിക്കളയും, ഡിഫറെൻ്റ് ആകും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാർബൺ ഐസോടോപ്സിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? പഠിക്കേണ്ടത് അല്ലേ? നാച്ചുറലി വരുന്ന 3 എന്തുണ്ട്? ഐസോടോപ്പുകളാണ് കാർബൺ ഉണ്ട് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? C13, C12 ആൻഡ് C14. 12ഉം 13ഉം എങ്ങനെയുള്ള ആൾക്കാരാണ്? സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രോട്ടോൺസ് 3 പേർക്കും എങ്ങനെയുള്ളതാണ്? സെയിം ആണ് അല്ലേ? പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രോണിൽ മാറ്റം വരുന്നുണ്ട്. ഈ ന്യൂട്രോണിൽ മാറ്റം വരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മാസ് നമ്പർ എന്ത് ചെയ്യും? ചേഞ്ച് ആവും. അങ്ങനെ പ്രോട്ടോൺസ് സെയിം ആണ്, എലമെന്റ്സ് സെയിം ആണ്, പക്ഷെ ന്യൂട്രോണിന്റെ വ്യത്യാസം കാരണം മാസ് നമ്പർ ചേഞ്ച് ആകുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന 3 നാച്ചുറലി ഒക്കറിങ് ഐസോടോപ്സ് ആണ് എന്ത്? കാർബൺ എക്സാമ്പിൾ ആയിട്ട് ഈ കിടക്കുന്നത്. ഇതിൽ C14 മാത്രം എങ്ങനെയുള്ള ആളാണ്ടാ? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ അല്ലേ? നോക്കൂ, ഇവിടെ പ്രോട്ടോൺസ് കാണാം, എല്ലാം സെയിം ആണ് അല്ലേ? ഇവരെ രണ്ടുപേരെയും കൂടെ പരസ്പരം ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 12 കിട്ടുന്നത്. ആള് സ്റ്റേബിൾ ആണ്. 6 + 7 എത്രയാണ്? 13. അവരും സ്റ്റേബിൾ ആണ്. പക്ഷേ ഇയാൾ എങ്ങനെയാണ്? 6 + 8 14. ഇവരെങ്ങനെയുള്ള ആൾക്കാരാണ്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ അല്ലേ? ഇത് കാർബണിന്റെ കുറച്ച് കാര്യങ്ങൾ അല്ലാണ്ട് ഉള്ളതാണ്. ഓൾ ഹാവ് 6 പ്രോട്ടോൺസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്രോട്ടോണിന്റെ എണ്ണം വെച്ചിട്ടാണല്ലേ നമ്മൾ C6 എന്നാണ് പറയുന്നത്. അവരുടെ പ്രോട്ടോൺ നമ്പർ 6 ആയതുകൊണ്ട് തന്നെ അത് കാർബൺ ആണ് എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദേ ഡിഫർ ഇൻ ന്യൂട്രോൺസ്. അതുകൊണ്ട് ന്യൂട്രോൺ വ്യത്യാസം വരുന്നത് കൊണ്ട് അവരുടെ മാസ് നമ്പറും ചേഞ്ച് ആകുന്നു. അതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. C14 is used in radiocarbon dating because it's radioactive. റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഇവർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെടാ? ഇത് റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. നമ്മുടെ ലിവിങ് ഓർഗാനിസം ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അത് പറ്റുമോ? ഇല്ല, പറ്റത്തില്ല അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവർ മരണസമയം അല്ലെങ്കിൽ ഇപ്പോൾ ഫോസിലുകളുടെയൊക്കെ പ്രായമൊക്കെ ചെക്ക് ചെയ്യുന്നതേ അത് വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ ഹാഫ് ലൈഫ് പഠിച്ചു അല്ലേ? 5 സെൻസ് ഇതിൽ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതാണ് ഹാഫ് ടൈം. അപ്പം അതിൽ നിന്നും എത്ര മുന്നോട്ട് പോയി പിറകോട്ട് പോയി എന്നൊക്കെ സയൻറ്റിസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്? ഒരു ഇതിൻ്റെ വർഷം, ഇത് ഇത്ര നാൾ മുമ്പ് ജീവിച്ചിരുന്ന സാധനമാണ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണോ? നമുക്കൊരു സിമിലർ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഐസോടോപ്പ് ഓഫ് കാർബൺ ഹാസ് ആൻ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺ
ആൻഡ് ന്യൂട്രോൺസ് ആൻഡ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ. മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാം അല്ലേ. കാർബണിന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടൈപ്പ് ഏതാണ്, അതൊരു ചോദ്യം. വേറൊരു ചോദ്യം ഈ തന്നിരിക്കുന്നത് തന്നെയാണ്, എന്താ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ള ഐസോടോപ്പ് ഏതാണെന്ന്. ഏതാണ്? 14 എങ്ങനെയാണ് 6+ ആണ് പോകുന്നത് അല്ലേ, എല്ലാവർക്കും 6+ ആണ്, ഇത് ഇല്ല. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. 12, 13, 14, 8 അല്ലേ. അടുത്ത 13 എങ്ങനെയാ 7, ഇവിടെയോ 6. ഓക്കെ അല്ലേ. അപ്പോ 6ഉം 6ഉം ന്യൂട്രോൺസ് സെയിം, പ്രോട്ടോൺസ് സെയിം. അങ്ങനെ വരുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പ് ഓഫ് കാർബൺ ഏത് ചോദിച്ചാൽ പറയണം, കാർബൺ 12. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.